ഹായ് ഹലോ കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എനിക്ക് സുഖമായിട്ടിരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് എനിക്ക് എപ്പോഴത്തേം പോലെ തന്നെ നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു രോഗവും ഇതിനെ പറയാൻ പറ്റത്തില്ല. ഇതിന് ഒരു മാറ്റം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ചില കാരണങ്ങളാൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് ആണ് ഞാൻ സംസാരിക്കാൻ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലേഡീസിന് ഒരു 40 വയസ്സ് കഴിയുമ്പോൾ, നമ്മുടെ മെനപ്പോസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, മെനപ്പോസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലർക്ക് നമ്മുടെ യൂട്രസ് പുറത്തോട്ട് തള്ളി വരുന്നത്. ഇതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ, നമുക്ക് കണ്ടിന്യൂസ് വിട്ടുമാറാത്ത ചുമ, ഗർഭാവസ്ഥ, മലബന്ധം, പ്രസവം, ഇതൊക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ പുഷ് ചെയ്യും, നമുക്ക് ചുമ അടിവയറ്റിലോട്ടാണ് ഒത്തിരി പ്രസ് ചെയ്യുക, പുഷ് ചെയ്യുക. അപ്പോൾ ഡെലിവറി സമയത്താണെങ്കിൽ നമ്മൾ പുഷ് ചെയ്യും ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ആണ് നമ്മുടെ ഈ യൂട്രസ് അതായത് ഗർഭപാത്രം പുറത്തോട്ട് തള്ളി വരുന്നത്. ഇതിന് മെയിനായിട്ട് നമുക്ക് തിയറിക്കലായിട്ട് പറയുവാണെങ്കിൽ, നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിന് വീക്കം സംഭവിക്കുമ്പോഴാണ് ഇതെല്ലാം നമുക്കുണ്ടാകുന്നത്. കാരണം ഈ പെൽവിക് ഫ്ലോർ മസിൽസാണ് നമ്മുടെ യൂട്രസ്, ഓവറി, ഫെലോപ്പിൻ ട്യൂബ്, ഈ വൻകുടൽ ഭാഗങ്ങൾ, ബ്ലാഡർ, ഇതിനെയെല്ലാം താങ്ങി നിർത്തുന്നത് ഈ പെൽവിക് ഫ്ലോർ മസിൽസാണ്. ഇതിന് വീക്കം സംഭവിക്കുമ്പോഴാണ് നമ്മുടെ യൂട്രസ് താഴോട്ട് വരുന്നത്, പുറത്തോട്ട് തള്ളി വരുന്നത്, ചുമയ്ക്കുമ്പം ചിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് യൂറിൻ അറിയാതെ പാസ് ചെയ്യുന്നത്. ഇതൊക്കെ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇതൊരു നമ്മുടെ മാരകമായ ഒരു രോഗമായിട്ട് ഇത് കാണുകയേ വേണ്ട. മനസ്സിലായോ? ഇത് എന്നാലും നമ്മുടെ ദിനചര്യയിൽ, നമ്മുടെ ലേഡീസിനെ സംബന്ധിച്ച് നമ്മുടെ ദിനചര്യയിൽ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥത, ഒരു കോൺഫിഡൻസ് കുറവിന് നമുക്കിത് കാരണമാകും. ഇതിന് നമുക്ക് എക്സസൈസ് ഉണ്ട്, ഓപ്പറേഷനുണ്ട്, അങ്ങനെ കുറേ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. എന്നാന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ നെയിൽസ് ഇങ്ങനെ പുറത്തോട്ട് തള്ളി വരുമ്പോൾ, ഒരുപാട് ഇങ്ങോട്ട് പുറത്തോട്ട് തള്ളി വരുമ്പോൾ നമ്മുടെ നഖങ്ങൾ കൊണ്ട് മുറിവുണ്ടാകുക, ഇൻഫെക്ഷൻ ഉണ്ടാകുക, അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ ഒരു ഡോക്ടറിനെ നമ്മൾ കാണണമെന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മളെ പുറത്ത് പറയാതിരിക്കുകയോ ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാം. ഒരു ഡോക്ടറോട് പറയുന്നതിന് ഒരു അഭിമാനക്കുറവോ ഒരു നാണക്കേടിൻ്റെയോ ആവശ്യമില്ല. എല്ലാ സ്ത്രീകളും ഇത് ആദ്യഘട്ടങ്ങളാണെങ്കിൽ നമുക്ക് എക്സസൈസ് കൊണ്ട് ഇത് മാറും. ഞാൻ പറയുന്നത് ഒരു 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ത്രീകളെല്ലാവരും യൂട്രസ് താന്നാലും കൊള്ളാം, വന്നാലും കൊള്ളാം, പുറത്തോട്ട് വന്നില്ലെങ്കിലും കൊള്ളാം, നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു എക്സസൈസാണ് കേഗൽ എക്സസൈസ്. അത് കേട്ടാൽ പേടി തോന്നും. ആ പേര് കേട്ടപ്പോൾ ഇതെന്തോ വലിയ കാര്യമാണ്. പക്ഷെ വലിയ കാര്യമൊന്നുമല്ല, നമുക്ക് നോർമലായിട്ട് ചെയ്തു പോകുന്ന കാര്യമുള്ളൂ. അത് ഞാൻ പറയാം. ഇത് നമുക്കിപ്പോൾ നമ്മുടെ ലൈഫിനെ, ദാമ്പത്യ ജീവിതത്തിനെ ഇത് ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഇത് ബാധിക്കത്തില്ല. കാരണം ഇൻ്റർകോഴ്സ് ചെയ്യുന്നതുകൊണ്ടൊന്നും സെക്സ് സംബന്ധമായിട്ടൊന്നും ഇതിന് വലിയ പ്രോബ്ലം വന്ന് കണ്ടിട്ടില്ല. മനസ്സിലായോ? പിന്നെ ഇതിന് നമുക്ക് മെയിനായിട്ട് നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ ഈ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഈ കേഗൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ, അത് ചുരുക്കി ഒറ്റവാക്കി പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു യാത്ര പോവുക, യൂറിൻ പാസ് ചെയ്യാൻ നമുക്ക് ഒരിടവും ഇല്ല, അടുത്ത സ്റ്റോപ്പിൽ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ വരുമ്പോഴത്തേനും ഒഴിക്കാമെന്നും പറഞ്ഞ് നമ്മൾ ലേഡീസിന് മിക്കവാർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ലേ. അപ്പം എന്ത് ചെയ്യും? നമ്മൾ യൂറിൻ നമ്മളിങ്ങനെ സ്റ്റക്കാക്കി വെക്കത്തില്ലേ? കുറച്ച് നേരം പിടിച്ച് വെക്കും. ആ മസിൽസിനെ അവിടെ ചുരുക്കി പിടിച്ച് എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നും പറഞ്ഞ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ലേ? ആ ഹോൾഡ് ചെയ്യുന്ന രീതിയാണ് കേഗൽ എക്സസൈസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് നമുക്ക് ദിവസം സമയമുള്ളപ്പോഴൊക്കെ ചെയ്യാം. ഇരുന്നുകൊണ്ട് ചെയ്യാം, നിന്നുകൊണ്ട് ചെയ്യാം, കിടന്നുകൊണ്ട് ചെയ്യാം. കിടന്നുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാലിങ്ങനെ കുത്തി വെച്ചിട്ട് ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലാഡർ എംറ്റി ആയിരിക്കും. അതായത് യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം വന്ന് ശ്വാസം പിടിച്ചു വെച്ച് ചെയ്യാൻ പാടില്ല.
ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ നമ്മൾ ഭാവന ചെയ്യുക, ഇപ്പോൾ മൂത്രം ഒഴിക്കാനുണ്ട്, ഇപ്പോൾ മൂത്രം ഒഴിക്കാൻ പോകും, അപ്പോൾ ഒക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അവിടുത്തെ ആ മസിൽ കുറച്ച് നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് ഒരു 5 സെക്കൻഡോ അല്ലെങ്കിൽ 2 സെക്കൻഡോ 3 സെക്കൻഡ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് വിടുക. അങ്ങനെ ഒരു 5 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ഒരു രാവിലെ വൈകിട്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയമുണ്ടോ അപ്പോഴൊക്കെ ഇത് ചെയ്യുക. മനസ്സിലായോ? നമ്മൾ അവിടുത്തെ മസിൽസ് നമുക്ക് എളുപ്പം പറഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പം നമ്മളത് പിടിച്ച് വെക്കത്തില്ലേ, ആ ഒരു രീതി മനസ്സിലായോ? അതാണ് കേഗൽ എക്സസൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊരു ഓപ്പറേഷനുണ്ട്, എടുത്ത് കളയുന്ന രീതിയിൽ നമുക്കിതിപ്പം പുറത്തോട്ട് തള്ളി വരുമ്പോൾ നമുക്ക് വജീന വഴി ചെയ്യാവുന്ന ഓപ്പറേഷനുണ്ട് കേട്ടോ. ഇത് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതി മിനിമാർക്ക് വജീന വഴി ഇത് നീക്കം ചെയ്യുന്ന ഓപ്പറേഷനുണ്ട്. പിന്നെ ഒരു പ്രായമാകുമ്പോൾ നമുക്കൊരു ഓപ്പറേഷൻ ഒരു ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നില്ല, നമുക്കൊരു പ്രായമാകുമ്പോൾ പല പല അസുഖങ്ങളാവുമല്ലോ. അപ്പം നമുക്ക് ഈ റിങ്ങിട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതിന് പെസറി എന്ന് പറയും. ആ രീതി വേണമെങ്കിൽ സ്വീകരിക്കാം. നമുക്ക് ഈ പ്രൊലാപ്സ് ഓഫ് യൂട്രസ് എന്ന് പറയുന്ന സംഗതി, അതായത് യൂട്രസ്, അതായത് നമ്മുടെ ഗർഭപാത്രം പുറത്തോട്ട് തള്ളി വരുന്നത് അതൊരു രോഗമല്ല. രോഗമെന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടിക്കേണ്ട ഒരു ഭയാനകമായ രോഗമൊന്നുമല്ല. നമുക്കത് എക്സസൈസ് കൊണ്ട്, ആദ്യ കാലഘട്ടങ്ങളിലെ എക്സസൈസ് കൊണ്ട് അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതൊക്കെ നമുക്കൊരു ഡോക്ടറിൻ്റെ സഹായം തേടിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ കൊണ്ടോ ഇതുപോലെ പെസറി റിങ് ഇടുന്ന ഒരു സിസ്റ്റം കൊണ്ടോ മാറ്റാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനെ ഓർത്ത് നമ്മൾ ചിലരൊക്കെ പുറത്ത് പറയാൻ പറ്റാതെ ടെൻഷൻ അടിച്ച് അതിനു വേണ്ടി സമയം ചിലവഴിക്കും, ടെൻഷൻ എടുത്ത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യുക, ഇല്ലാത്തവർ ഡോക്ടറിനെ കാണേണ്ട സ്റ്റേജാണെങ്കിൽ ഡോക്ടറിനെ കാണുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എപ്പോഴും പറയുന്ന പോലെ ചിന്തിക്കുക, പറയണോ വേണ്ടയോ എന്ന് ചിന്തിച്ചതാണ് ഞാൻ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ, അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ട്. പിന്നെ എൻ്റെ ഈ വാചകം കേൾക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇത് കിട്ടുവാണെങ്കിൽ, എല്ലാവർക്കും അറിയാം, പക്ഷെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ അതിനെക്കുറിച്ച് ചിന്തിച്ച് അയ്യോ ഇതാരോട് ഞാൻ പറയും, ഇതെങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞത്. ഓക്കെ, ബൈ. വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.